ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്നലത്തെ ഈവനിങ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, വളരെ വൈകിയതുകൊണ്ട് തന്നെ. ഒരു ദിവസം അങ്ങനെ നമുക്ക് മിസ്സായി, കുഴപ്പമില്ല. ഇന്നത്തെ റിപ്പോർട്ടുകൾ നോക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ന് 2024 ഓഗസ്റ്റ് 22 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ് എന്നുള്ളത്. മാർക്കറ്റ് ഹൈലൈറ്റ്സിൽ ന്യൂസ് ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും കഴിഞ്ഞ 5 ദിവസമായിട്ട് ബാക്ക് ടു ബാക്ക് മുകളിലോട്ട് തന്നെ വരികയാണ്. അതിൻ്റെ ഇടയിൽ റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത് പ്രീവിയസ് ഡേയുടെ ഹൈ ആയിട്ട് അതിൻ്റെ മുകളിലെടുത്തത് അങ്ങനെ 5 ദിവസവും ബാക്ക് ടു ബാക്ക് കയറി വന്നിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് എന്താ പറയുക, മാർക്കറ്റ് തീരെയും താഴോട്ട് ഇറങ്ങാതെ വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെ തരുന്നുണ്ടായിരുന്നു. ഇനി 24,744 ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വാല്യൂ, അത് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നത്. അത് ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മോസ്റ്റ് പ്രോബബ്ലി 24,850 കിടക്കുമോ, ഇന്നോ നാളെയായിട്ട് കിടക്കുമോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. 25,521 നിഫ്റ്റിക്ക് ഈ മാസം എത്താനുള്ള ടാർഗറ്റ്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സൊമാറ്റോ, പേടിഎം, സെൻ ടെക്നോളജീസ്, ആൽക്കം ലാബ്സ്, BEML, കല്യാൺ ജുവല്ലേഴ്സ്, ഇതൊക്കെയാണ് ഇന്നലെ ന്യൂസിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദെൻ സൊമാറ്റോ പേടിഎമ്മിൻ്റെ ടിക്കറ്റിംഗ് സംവിധാനം 2048 കോടിക്ക് വാങ്ങുകയാണ് എന്ന ഒരു ന്യൂസ് വരുന്നുണ്ട്. സൊമാറ്റോ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു നല്ല ന്യൂസാണത്. ഇന്നതുപോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയൊട്ടാകെ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെബി ചീഫിനെ അല്ലെങ്കിൽ സെബി ചെയർമാനെ നീക്കം ചെയ്യണം, ഈ ആരോപണങ്ങളുടെ ഇതിൽ അവരെ നീക്കം ചെയ്യണം എന്ന ഒരു ആഹ്വാനമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ദെൻ അമൂൽ ലോകത്തിലെ സ്ട്രോങ്ങസ്റ്റ് കമ്പനിയായിട്ട് മുന്നേറുന്നുണ്ട്. ദെൻ IIFL സെക്യൂരിറ്റീസിന് ഒരു സെബിയുടെ ഫൈൻ വന്നിട്ടുണ്ട്. അവരുടെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻസ് തെറ്റിച്ചതിനാണ് ആ ഒരു ഫൈൻ വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഇത്രയൊക്കെയാണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് US മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അതും ബുള്ളിഷായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാം തന്നെ ഒരു പരിധി വരെ ബുള്ളിഷായിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,815 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,871. അതായത് 56 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,888. അതായത് ഇന്ന് ഓപ്പണായ സ്ഥലത്തു നിന്നും 16 പോയിന്റ് മുകളിലായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇതുവരെയായിട്ട് 75 പോയിന്റോളം അല്ലെങ്കിൽ 73 പോയിന്റോളം ഉള്ള ഒരു മുന്നേറ്റമാണ് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഗ്ലോബൽ ഈവൻറ്റ്സ്, ഇന്ന് ഗ്ലോബൽ ഡാറ്റ പുറത്തു വരാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ USA ജാക്സൺ ഹോൾ സിമ്പോസിയം, ജപ്പാൻ ജിബുൻ ബാങ്ക് മാനുഫാക്ചറിംഗ് PMI, ഇന്ത്യ HSBC കമ്പോസിറ്റ് PMI, ദെൻ ഇന്ത്യ HSBC സർവീസസ് PMI, ഇന്ത്യ HSBC മാനുഫാക്ചറിംഗ് PMI, ജർമ്മനി HCOB മാനുഫാക്ചറിംഗ് PMI. അങ്ങനെ ഇന്ന് ഒരുപാട് ഡാറ്റ പുറത്തു വരുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഏതാനും ഡാറ്റ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്നൊന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ആർട്ട് ഇന്ത്യ, സൺ TV, ABFRL, PEL, ബാൽറാം ചിനി മിൽസ്, ബിസോഫ്റ്റ്, നാഷണൽ അലുമിനിയം, GNFC ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെൻറ്റ്, LIC ഹൗസിംഗ് ഫിനാൻസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ബാനിൽ വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 799 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3097 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതുവഴി 2297 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്നലെ നടന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 33,902 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 41,212 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 7310 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഓഗസ്റ്റ് മാസത്തിൽ ഇതുവരെയായിട്ട് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,681 ഓപ്പണായി 89 പോയിന്റ് മുന്നേറ്റത്തിൽ 24,770 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ 450 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ 261 പോയിന്റിൻ്റെ നഷ്ടത്തിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതുപോലെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്ന് നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന്. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 13.33 പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.13 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി അതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 25,000 1,64,00,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് 24,500 1,25,00,000 ബാങ്ക് നിഫ്റ്റി മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോകുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 18 പോയിന്റ് മുന്നേറ്റത്തിൽ ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 20 പോയിന്റ് മുന്നേറ്റത്തിൽ, സെൻസെക്സ് 238 പോയിന്റ്, നിഫ്റ്റി മിഡ് ക്യാപ്പ് 68 പോയിന്റ് മുന്നേറ്റത്തിൽ ഇന്നലെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, വലിയ സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല. ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ ഹൈയെ കമ്പയർ ചെയ്തിട്ട് ഇന്നത്തെ ഹൈ കുറേ മുകളിലായിരിക്കും എന്നാണ് റാസ്ലെവൽസ് പറയുന്നത്. അതുപോലെ ഇന്നലത്തെ ഡേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ലോ എന്ന് പറയുന്നത് അതിനേക്കാളും താഴെയായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഇന്നലത്തേതിനേക്കാൾ വലിയൊരു റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടക്കാൻ പോകുന്നത് എന്നാണ് അർത്ഥം. മാർക്കറ്റ് ഒരു മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും 24,942 വരെയും കയറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതായത് ഒരു 200 പോയിന്റോളം കയറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്, എല്ലാവർക്കും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടും. ഇനി അതല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ഈ ഒരു R3 ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് തിരിഞ്ഞ് ഇറങ്ങി നോ ട്രേഡ് സോണിലേക്ക് വരുന്നൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. അതിനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വൺ സൈഡ് റാലി ഔട്ട് ഓഫ് ദ റേഞ്ച് പോകാനുള്ളതും ഉണ്ട്. എന്തായാലും നോ ട്രേഡ് സോണായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇതായി CPRൻ്റെയും നോ ട്രേഡ് സോണിൻ്റെയും റാസ്ലെവൽസിൻ്റെ നോ ട്രേഡ് സോണിൻ്റെയും ഇത് വരുന്ന വാല്യൂസ് പറയുകയാണെങ്കിൽ 24,753ൻ്റെയും 24,730ൻ്റെയും ഇടയിലുള്ള 717ൻ്റെയും ഇടയിലുള്ള ഒരു സോണാണ്. 753ൻ്റെയും 717ൻ്റെ ഇടയിലുള്ള ഒരു 38 പോയിന്റോളം ഉള്ള ഒരു സോണാണ് ഇവിടെ നോ ട്രേഡ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ എൻട്രി എടുക്കാതിരിക്കുക. ഇനി ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണായിട്ട്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 24,875, 24,777, 787, 10 പോയിന്റിൻ്റെ ഗ്യാപ്പുള്ള ഈ ഒരു സോൺ, ഇതൊന്നുകിൽ നല്ല സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഒരുപാട് താഴോട്ട് വരാൻ സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും ആഫ്റ്റർനൂൺ സെഷനിൽ ഇന്ന് എക്സ്പയറി ദിവസം ആയതുകൊണ്ട് ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അത് നമുക്ക് ആ സമയത്തേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ്. സോ അത് ഇനി താഴോട്ട് വരികയാണെങ്കിൽ യെസ്റ്റർഡേ ലോ വന്ന് കിടക്കുന്ന ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് താഴോട്ട് പൊട്ടി ഇറങ്ങി വരികയാണെങ്കിൽ 24,598, അതായത് 24,600 വരെയും ഇറങ്ങി വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് 24,872 വരെയെങ്കിലും മാർക്കറ്റ് കയറിപ്പോകും എന്നാണ്. അതിനുശേഷം നോക്കാം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ രാവിലെ ഇത്രയൊക്കെയാണ് ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.